സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. മഹാഭാവി ചത്തനല്ലോടാ. ഇന്ന് ഞാൻ ബഹളം വെക്കല്ലേ. സംഭവം എന്താ? ചെക്കിംഗ് ഇൻസ്പെക്ടറായി നിയമിച്ചുകൊണ്ടുള്ള നിയമന ഉത്തരവ്. ഡബിൾ വിസിൽ കൊടുക്ക്, വണ്ടി പോട്ടെ. അതെ പോട്ടെ. ഒരു ചെക്കിംഗ് ഇൻസ്പെക്ടറെ നിയമിക്കുമ്പോഴേ കണ്ടക്ടർ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. അതാ ലേബർ നിയമം. KPTTCയുടെ നിയമം ഇങ്ങനെയാണ്. നിയമം കയ്യിലിരിക്കത്തേ ഉള്ളു കേട്ടോ. ചെക്കിംഗ് ഇൻസ്പെക്ടർ നാളെ മുതൽ വന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. മുൻകൂട്ടി അറിഞ്ഞിരുന്നാലേ എനിക്കൊരു തയ്യാറെടുപ്പിനുള്ള സമയം കിട്ടുമല്ലോ. അതുകൊണ്ടാ നിന്നെ നിന്നെ ശരിയാക്കി തരാം. അയ്യോ ഇതിലടിച്ച് വണ്ടി നിർത്താൻ. അയ്യോ അവള് മാല തന്നപ്പോ അത് വാങ്ങിക്കാമായിരുന്നു. അത് വിറ്റാൽ എത്ര രൂപ കിട്ടും? 2000 അല്ലെങ്കിൽ 3000? ബാക്കി രൂപ നിങ്ങൾ തരുമോ? അല്ല, അത് കിട്ടിയാ ഒന്നുമില്ലേലും എന്റെ 500 രൂപ. പക്ഷേ എച്ചിത്തരം പറയരുത് കേട്ടാ. ഒരുത്തരം ഇവിടെ കച്ചവടം അവസാനിപ്പിച്ച് കടയം പൂട്ടിയിരിക്കുക. അപ്പോഴാ മനസാക്ഷിയില്ല സംസാരിക്കരുത്. പക്ഷെ മനസാക്ഷിയില്ല സംസാരിക്കരുത്. ദുബായി പോകാത്തവരൊന്നും ഈ നാട്ടിൽ ജീവിക്കുന്നില്ല അല്ലേ? പിന്നെ അങ്ങനെ ജീവിച്ചാലേ എവന് നന്ദിനെ കിട്ടൂല. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വിസയുടെ കാലാവധി കഴിഞ്ഞില്ലേ? അച്യുതൻ ദുബായി പോയാ അമ്മാവൻ നന്ദിനെ കെട്ടിച്ചു തരുമോ? കെട്ടുവന്ന് മാത്രമല്ല, അയാൾ കൈയടക്കി വെച്ചിരിക്കുന്ന 5 ഏക്കർ പുരയിടം ഞാൻ പിടിച്ചു വാങ്ങുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു പണി ചെയ്യാം. ദുബായി പോന്നെന്നും പറഞ്ഞ് അച്യുതൻ കുറച്ചു നാൾ ഒളിച്ചു താമസിക്കട്ടെ. അച്യുത, ആലോചിക്കാവുന്ന ഒരു വഴിയാണല്ലോ അത്. എടാ, ഇതൊന്നും അമ്മാവൻ വിശ്വസിക്കത്തില്ല. അതെന്താ? ആദ്യം നാട്ടിൽ മുഴുവൻ കനത്ത പബ്ലിസിറ്റി കൊടുക്കുക, ദുബായ് പോവാണ് എന്ന്. ഉരുളംപാറയില് എന്റെ ഫ്രണ്ടിന്റെ ഒരു ലോഡ്ജ് ഉണ്ട്. ഒളിച്ചു താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഒരൊറ്റ കുഞ്ഞറിയത്തുമില്ല. പക്ഷെ അവിടെ വാടക കൊടുക്കാനും ചെലവ് കഴിയാനും ഒക്കെ എന്താ വഴി? അത് നമ്മുടെ കണ്ടക്ടർ വിചാരിച്ച നടക്കും. എന്താ അച്യുത, ഇത് നടന്നാൽ കൊള്ളാം. തീർച്ചയായും നടക്കും. നിങ്ങൾ ധൈര്യമായിട്ട് പബ്ലിസിറ്റി തുടങ്ങിക്കോ. അങ്ങനെയാണെങ്കിൽ വെച്ചു നീട്ടേണ്ട കാര്യമില്ല. നാളെ തന്നെ നമ്മൾ പബ്ലിസിറ്റി തുടങ്ങും. ദാമോട്ടാ, ദാമോട്ടാ, ഞാൻ ദുബായിലേക്ക് പോവുകയാണ്. അതെയോ? അതുകൊണ്ട് ദാമോട്ടന്റെ അനുഗ്രഹം വേണം. എപ്പോഴാ യാത്ര? അടുത്ത ബുധനാഴ്ച. പിന്നെ നമ്മുടെ കുഞ്ഞിക്കണ്ണനോടും അബ്ദുക്കയോടും ഒന്ന് പറഞ്ഞേക്കണേ. ഒരു നല്ല കാര്യത്തിനല്ലേ, എല്ലാവരും അനുഗ്രഹം വേണം. പോയി നന്നായി വാ. അച്യുത, ദുബായി പോവല്ലേ? അല്പം സെന്റ് അടിച്ചിട്ട് പോകും. തന്നത്താൻ അടിച്ചോണ്ടിരുന്നാ മതി. അമ്മാവാ, ഒന്ന് അനുഗ്രഹിച്ചേക്കണേ. നന്നായി വാ മോനെ. അപ്പൊ എല്ലാരോടും അടുത്ത ബുധനാഴ്ച. തോമാച്ചോ, തോമാച്ചോ, തോമാച്ചോ ഒന്ന് നിന്നേ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. തോമാച്ചോ. വരുന്നോ? അടുത്ത ബുധനാഴ്ച ഞാൻ ദുബായിക്ക് പോവാ. അതിന് ഞാനെന്തോ വേണം? അല്ല, എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. ഇറങ്ങി പോണോ പുറത്ത്? കച്ചവടത്തിന്റെ തിരക്കില അവന്റെ ഒരു ദുബായ്. പോണോ? എളാവിന് അസൂയ. നാരായണ, ബുധനാഴ്ച ഞാൻ ദുബായിക്ക് പോവാ. നിന്റെ അനിയ അപ്പീടത്തോടെ പറഞ്ഞേക്കണേ. തേങ്ങടാങ്ങണ്ട സാമൻ. അല്ല, ബുധനാഴ്ച ഞാൻ ദുബായിക്ക് പോവുകയാണ്. അപ്പൊ തിരിച്ചു വരുമ്പോ കാണാൻ പറ്റിയില്ലെങ്കിലോ? വലിയ സൂക്കടയൊക്കെ അല്ലേ. അതുകൊണ്ട് അനുഗ്രഹം തരണം. അല്ല, ഞാൻ ദുബായി പോകുന്നതിന് മുമ്പ് അനുഗ്രഹം വാങ്ങിക്കാന്ന് വിചാരിച്ചു. ഒന്ന് പോണോ പുറത്ത്? അതിനെ പിടിച്ച് തളർന്നു പറഞ്ഞാ പോരെ? അതുകൊള്ള. അച്ചേട്ടൻ പോയി കാണുമെന്നാണ് വിചാരിച്ചത്. നന്ദിനിയോട് യാത്ര പറയാതെ ഞാൻ പോകുമെന്ന് കരുതിയോ? എന്തിനു യാത്ര പറയണം? ഞാനും അച്ചേട്ടനും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. ഇല്ലേ? അന്ന് അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. അല്ല നന്ദിനി, എനിക്ക് കൊഞ്ചാനും പുന്നാനും ചൊല്ലാനൊന്നും അറിയില്ല. സ്നേഹമുള്ളവരോട് ഞാൻ അല്പം ക്രൂരമായി പെരുമാറും. സ്നേഹമുള്ളവരോട് മാത്രം. നേരാണ് പറഞ്ഞത്. ദൂരെ നിന്നുകൊണ്ട് ഞാൻ വീർപ്പുമുട്ടുകയായിരുന്നു. എന്റെ സ്നേഹം എങ്ങനെ അറിയിക്കണമെന്നറിയാതെ ഞാൻ വിഷമിക്കുകയായിരുന്നു.
ധാരാളം പണവുമായി ഞാൻ തിരിച്ചു വരും. അതുവരെ അല്ല, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നന്ദിനി എന്റെ സ്വന്തമാക്കാനാണ് ഞാൻ പണം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. ആര് ചോദിച്ചു അച്ചൂട്ടനോട് പണം? അല്ല, നന്ദിനി ചോദിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അമ്മാവന്റെ മുന്നിൽ അന്തസ്സായി ചെന്ന് നിന്ന് പെണ്ണ് ചോദിക്കാൻ പണം ഒരു പ്രശ്നം തന്നെയാണ്. വെറും പണമല്ല, ഗൾഫ് മണി. പണക്കാരനായാലും ഇല്ലെങ്കിലും നന്ദിനി എനിക്ക് വേണ്ടി കാത്തിരിക്കില്ലേ? എന്നെ വിശ്വാസമില്ലേ? ഉണ്ട്, അതല്ല, ഞാൻ പോവുകയാണ്. ഐ വിൽ ബി ബാക്ക് വിത്ത് ഗൾഫ് മണി. ഓക്കെ? വണ്ടിയെ നിർത്തി പ്ലീസ്. ഒന്ന് റിവേഴ്സ് എടുത്ത്. മതി മതി. ഭാസ്കരേട്ടാ, ഞാൻ ദുബായിക്ക് പോവാണ്. നേരത്തെ വന്ന് കണ്ട് പറയാൻ പറ്റില്ല കേട്ടോ, ക്ഷമിക്കണം. എന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ വേണം. ദൈവം സഹായിച്ച് 8000 രൂപ ഒത്തു കിട്ടി. പോയിട്ട് എപ്പോഴാ വരിക? എത്രയും പെട്ടെന്ന് പണക്കാരനാവണം. ഈ നാട്ടിൽ പണമില്ലാത്തതിന് ഒരു വിലയുമില്ല ഭാസ്കരേട്ടാ. അല്ല, 12:30 ഫ്ലൈറ്റ്. ഞാൻ പോയിട്ട് വരട്ടെ. നന്നായി വാ മോനെ. മിസ്സിസ് പാർവതി തങ്കപ്പനായർ. അതെ. അമ്മയ്ക്കാ അച്ചേട്ടന്റെ കത്ത്. ഞാൻ ഇന്നലെ വിചാരിച്ചു അച്ഛന്റെ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന്. അവന്റെ വിവരം അറിയാത്തതുകൊണ്ട് നിനക്ക് ഉറക്കത്തിന് വല്ല തടസ്സം ഉണ്ടായോ? സ്വന്തം കൂടപ്പുറപ്പിന്റെ മകനല്ലേ, അവനോട് എന്തിനാ എങ്ങനെ കെറിവ്? അവൻ എവിടെയെങ്കിലും പോയി പഴച്ചോട്ടെ. അവൻ വല്ല ബോംബെയിലും തെണ്ടിത്തിരിഞ്ഞ് പഴയ്ക്കുന്നുണ്ടാവും. അല്ല അച്ഛാ, ഇത് ദുബായിൽ നിന്ന് എഴുതിയതാ. എന്താ എഴുതിയിരിക്കുന്ന അറിയാലോ? നിങ്ങൾക്ക് ആർക്കും അല്ല, എനിക്ക് അവൻ എഴുതിയിരിക്കുന്നു. ഇങ്ങോട്ട് താ, ഞാൻ വായിച്ചോളാം. നീ പൊട്ടിക്ക. വായിക്ക. പ്രിയപ്പെട്ട അമ്മായി, എഴുതാൻ വൈകിയതിൽ ക്ഷമിക്കണം. അവിടുന്ന് യാത്ര തിരിക്കുമ്പോൾ ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു. ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന എന്റെ അമ്മാവനോട് യാത്ര ചോദിക്കാതെ പോന്നതിൽ ഞാനിപ്പോൾ നീറുകയാണ് അമ്മായി, നീറുകയാണ്. വിസയ്ക്കുള്ള കാശ് അമ്മാവൻ തന്നില്ല എന്ന ഒറ്റ കാരണത്താൽ ഞാൻ അങ്ങനെ ചെയ്തു. അമ്മാവന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പറ്റി ഞാൻ ചിന്തിച്ചില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ തെറ്റ്. എനിക്ക് മാപ്പ് തരാൻ അമ്മാവനോട് പറയുക. എന്നിട്ടും അവന്റെ ഒരു സ്നേഹം കണ്ടില്ലേ? ഇവിടെ ആർക്കൊന്നും മനസ്സിലാവില്ലല്ലോ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടുത്തെ ഒരു അറബി മുതലാളിയുടെ ജീവൻ ഞാൻ രക്ഷിച്ചു. ഇപ്പോൾ ആ അറബി മുതലാളിക്ക് അച്യുതൻ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അങ്ങേരുടെ പല പല ഫാക്ടറികളും സ്ഥാപനങ്ങളും ഇപ്പോൾ എന്റെ മേൽനോട്ടത്തിലാണ്. എല്ലാ അമ്മാവിന്റെ അമ്മായിയുടെ അനുഗ്രഹം. എനിക്ക് ഇഷ്ടമുള്ള അത്രയും റിയാല് ശമ്പളമായി എടുത്തോളാനാണ് അറബിയങ്ങൾ പറഞ്ഞിരിക്കുന്നത്. നന്ദിനിയുടെ നന്ദിനിയുടെ കല്യാണക്കാര്യമൊക്കെ എന്തായി? ഉടൻ തന്നെ ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്. അമ്മാവന്റെ കാലിൽ തൊട്ട് വന്നിച്ച് എന്റെ തെറ്റിനെല്ലാം എനിക്ക് മാപ്പ് ചോദിക്കണം. ശേഷം നേരിൽ സ്വന്തം അച്യുതൻ. ഇപ്പൊ മനസ്സിലായോ? ആ കുട്ടിയുടെ അത്രയും നല്ല മനസ്സുള്ള ഒരാളെ ദൈവം ഒരിക്കലും രക്ഷപ്പെടുത്താതിരിക്കില്ല. എടാ ഉമ്മറേ, മുറിയിലൊന്നും വെള്ളമില്ലല്ലോ. ആളുകൾക്ക് കുളിക്കാൻ നിനക്കൊന്നും വേണ്ടേ? വേഗം വെള്ളം എടുത്തോളാ നമുക്ക്. ഇന്ന് നല്ല മീനൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് വെജിറ്റേറിയൻ ആകാമെന്ന് വെച്ചു. നിങ്ങൾ ആ സ്റ്റൗവും പാത്രമൊക്കെ എടുത്ത് പുറത്തുകൊണ്ട് വെച്ചോട്ടെ. ചൂരിലാ കരിയ പുറത്ത് വെച്ചാ സ്റ്റൗ കാറ്റുകൊണ്ട് കത്തില്ല കോയ. കത്തുന്നില്ലെങ്കിൽ ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചോ. ഒരു മാസമായിട്ടില്ല പെയിന്റ് അടിച്ചിട്ട്. ഹോട്ടലിൽ പോകാൻ അതിനുള്ള കാശില്ല. മാത്രമല്ല നാട്ടിലുള്ള വല്ല ചെകുത്താന്മാരുടെ കണ്ണിപ്പെട്ട് അതോടെ തീരും.
ആളും കൂടുതലാത്ത സ്ഥലത്ത് ലോഡ്ജ് നടത്തുന്ന ഞമ്മക്ക് പ്രാന്താന്നാ ഉമ്മ പറയുന്നത്. വളരെ ശരിയാ. നിങ്ങളെ പോലത്തെ ആസാമികളെ താമസിപ്പിക്കുന്നത് ഞമ്മക്ക് പ്രാന്ത് തന്നെ. ആലിക്കോയെ വിചാരിക്കുന്നുണ്ടോ ഞാൻ വാടക തരില്ല എന്ന്? എപ്പോ? നേര് പറഞ്ഞാൽ എന്റെ ബാപ്പക്കായിരുന്നു പ്രാന്ത്. ഇല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്ത് നമ്മളെ കുഴിയിലാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കെട്ടിടം വാങ്ങിയിടുവോ? സത്യത്തിൽ ആലിക്കോയുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. പിന്നെ മറ്റേ കാര്യം ഞാൻ ശരിയാക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതാ എല്ലാം കൂടി 100 രൂപയായി. അല്ല, ഒന്ന് ചോദിച്ചേ, നിങ്ങൾക്ക് നമ്മളോട് വല്ല ദേഷ്യമുണ്ടോ? നിങ്ങളെ അമ്മ നമ്മളെ പിടിച്ച് ജയിലിന്റെ അകത്താക്കും മാഷേ. ആ ഒന്നും നടക്കില്ല. ആലിക്കോയ ഈ വേഷം ഇട്ടുകൊണ്ട് നേരെ അങ്ങ് ചെന്നാ മതി. ബാക്കി പവിത്രം പറഞ്ഞോളൂ. ആലിക്കോയ എപ്പോഴും പറയാറില്ലേ സിനിമയിൽ അഭിനയിക്കാൻ ആശയുണ്ടെന്ന്. ഇത് അഭിനയത്തിന്റെ റിഹേഴ്സൽ ആണെന്ന് വിചാരിച്ചാ മതി. അവിടെ ഏതെങ്കിലും സിനിമാ ഡയറക്ടർമാർ വരുമോ? കോയക്ക് സിനിമയിൽ അഭിനയിച്ചാ പോരെ? ഇത് ഒത്തു വന്നാൽ ഞാൻ തന്നെ സിനിമ എടുക്കും. നാദിയ മൊയ്തുന്റെ ഹീറോ ആയിട്ട് ആലിക്കോയക്ക് അഭിനയിക്കണോ? അത്രയും വേണോ? ഇരിക്കട്ടെന്ന്. ആലിക്കോയ, നാദിയ മൊയ്തു ഈ ടീമിനെ ഞാനൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കും. കൊച്ചു കള്ള, ഐസ് കട്ടമ്മില് പെയിന്റ് അടിക്കല്ലേ മോനെ. നമുക്കിത് നോക്കാം. ഇതാ പിടിച്ചോളൂ. ഇത് കറക്റ്റ് അറബി. അങ്ങോട്ടിടേ. സാറേ, അച്ഛനെ മുതലാളി വന്നിരിക്കുന്നു. അച്ഛന്റെ 60 മുതലാളി. 60 മുതലാളി എവിടെ? മുറ്റത്ത് നിൽക്കുന്നു. അവിടെ കവലെ കിടന്ന് കറങ്ങുമായിരുന്നു. നിങ്ങൾ ജോലി ചെയ്തു? അവന്മാർക്ക് അങ്ങനെ അറബിയുടെ ഭാഷ അറിയാം. ഞാൻ വന്ന് വർഷാപ്പിലായിരുന്നപ്പോ തൊട്ടടുത്ത മദ്രാസ എന്ന് പറയാൻ അറബി പഠിച്ചു. അതുകൊണ്ട് ഞാനിങ്ങ് വിളിച്ചോണ്ട് പോകും. എന്താ अरे माँ अजूद मामा അദാനി അദാനി in the Gawad. അറബിയെങ്കിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞ ഒരു നമസ്കാരം വെച്ചോട്. നമസ്കാരം. ഇരിക്കാം. സാത്തേക് സാത്തേക് സാത്തേക്. നീ ഒരു കസേര എടുത്തോ. ഒരു കസേര എടുത്തോ. ബബ്ബറു സാത്തേക്. അമ്മ സാത്തേക്. സലാമേ സബാൽക്കെ വേനന്ദ ഷുഗർ. ഈ ഭൂമി എത്ര മനോഹരമായിരിക്കുന്നു. ഗവാദ് ഇന്ത ഹറാമേ. അമ്മാവൻ എത്ര കുലീനതയുള്ള മനുഷ്യൻ. നമസ്കാരം. മയ ബി അന അച്യുത് മാമ. അച്യുതൻ എപ്പോഴും പറയും അമ്മാവൻ വലിയൊരു മനുഷ്യനാണ്. അച്യുത് അമിനോ കേശ് സലിത. അച്യുത് അമിനോ കേശ് സലിത. അച്യുതൻ എന്റെ ജീവൻ രക്ഷിച്ചു. എന്റെ സർവ്വ സ്വത്തുക്കളും അവനും കൂടി അവകാശപ്പെട്ടതാണെന്ന്. അച്യുത് സലാല മുക്തി. അച്യുതൻ അമ്മാവനോട് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പി ചോദിക്കാൻ പറഞ്ഞയച്ചിരിക്കുക. ഏയ്, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അവനൊരു അത്യാവശ്യം വന്നപ്പോ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അച്യുത് മാമ കലാമി സേവിധാൻ. കിമോത്തി അൽബാനി. എത്ര വേഗം തെറ്റുകൾ പുറത്തു. അച്യുതന്റെ അമ്മാവനൊരു വലിയ മനുഷ്യനാണ്. അച്യുതനെ പോലെ സത്യസന്ധനായ ഒരു മനുഷ്യനെ എന്റെ അറബി ജീവിതത്തിൽ ഇതിനായിട്ടും കണ്ടിട്ടില്ല. അവൻ എന്ത് ചോരയാ? അച്യുത് മാമ കലാമി സേവിധാൻ. എന്റെ സഞ്ജിത അൽബ. കൽക്കോത്ത മത്തർ കരള ബത്തർ. കൽക്കത്തയിലും കേരളത്തിലും ഓരോ ഫാക്ടറി തുടങ്ങാൻ ഞാൻ ആലോചിക്കുന്നു. അച്യുത് സബദി ബലേഷു. അച്യുതനാണ് 2 ഫാക്ടറികളിലെയും ജനറൽ മാനേജർ. അല്ലേലും അച്യുതൻ ഭാഗ്യവാനാണ്. ഈ വലിയ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ. അച്യുത് മാമ കലാമി സേവിധാൻ. സൊന്നാദ് മധു കാട്ടിക്. അല്ല,
ചായ കുടിച്ചില്ല. വേണ്ട, വരുന്ന വഴി കുടിച്ചു. ഏ? അല്ല, മലയാളം അറിയാമോ? മലയാളം ആര് പറഞ്ഞു മലയാളം? വരുന്ന വഴിക്ക് കുടിച്ചു. അത് ബരന്ന ബഴക്കോ കൊടിച്ചു എന്ന് പറഞ്ഞാൽ അറബിൽ പോകാൻ തിടുക്കമുണ്ടോ എന്നർത്ഥം. അല്ലാതെ അയ്യേ എന്താ ഹറാമേ, ഹറാമേ. വീണ്ടും നമസ്കാരം. അറബി വണ്ടി സ്റ്റാർട്ടാക്കിയത്. സഹോദരാ. വിട്ടോ